നമസ്കാരം. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ +1 സീറ്റ് പ്രതിസന്ധിയിൽ അധിക താത്കാലിക ബാച്ച് അനുവദിക്കാൻ സർക്കാർ തീരുമാനമായി. എവിടെയൊക്കെ എന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിക്കും. മലപ്പുറം RDDയും വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറും സമിതിയിൽ അംഗങ്ങളാകും. ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. 15 വിദ്യാർത്ഥി സംഘടനകളുമായി അല്പസമയം മുൻപ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. തുടക്കത്തിൽ സീറ്റ് പ്രതിസന്ധി ഇല്ലെന്നും പിന്നീട് 7478 സീറ്റ് കുറവുണ്ടെന്നും ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ മന്ത്രി ഇന്നും ആവർത്തിച്ചത് 7478 എന്ന കണക്ക് തന്നെയാണ്. മുഴുവൻ പേർക്കും അഡ്മിഷൻ ഉറപ്പാക്കുമെന്നും മന്ത്രി പറയുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങിയോ? സീറ്റ് വിഷയത്തിൽ പ്രശ്നപരിഹാരമാകുമോ? ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി വിഷയം പരിശോധിക്കുന്നു. സ്വാഗതം. നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 2, 3, 4 തീയതികളിലായി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതിവിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നവർ ശ്രീ PM ആർഷോ SFI സംസ്ഥാന സെക്രട്ടറി, ശ്രീ കബീർ MSF മലപ്പുറം ജില്ലാ സെക്രട്ടറി, പ്രിയ സമീർ വിദ്യാർത്ഥിനിയാണ്, ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥിനി, ഒപ്പം സമീർ അലി രക്ഷിതാവ് എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് കബീറിലേക്കാണ്. കബീർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നിങ്ങളുടേതടക്കം നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അല്പസമയം മുൻപ് നിങ്ങളുടെയൊക്കെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്ന് നടത്തിയ ചർച്ചയിലെ തീരുമാനമാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. ഒരു 2 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. അതിൽ അധിക ബാച്ച്, താത്കാലിക ബാച്ച് എന്നതിലേക്ക് മന്ത്രി എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ വഴങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അതായത് നിങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചയിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളത് കഴിഞ്ഞ നാളുകളിൽ മന്ത്രി പറഞ്ഞത് എല്ലാം പച്ചക്കളവായിരുന്നു എന്ന് പിന്നീട് നമ്മൾക്കിവിടെ കാണുകയുണ്ടായി. ആദ്യം പറഞ്ഞു മലപ്പുറത്തെ എല്ലാ കുട്ടികൾക്കും SSLC പാസ്സായ മുഴുവൻ കുട്ടികൾക്കുമുള്ള സൗകര്യം നിലവിൽ സംവിധാനം മലപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മലപ്പുറത്ത് അതുപോലെ തന്നെ മലബാറിലും ഒരു കുട്ടികളും പുറത്തിരിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മന്ത്രി ഓരോ സമയത്തും മാറ്റിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവസാനം MSFൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ ശക്തമായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്തും അതുപോലെ തന്നെ മലബാറിലും സീറ്റ് ക്ഷാമമുള്ള ജില്ലകളിലുമൊക്കെ ഒരു അന്വേഷണ സമിതിയെ വെച്ച് ഈ സീറ്റ് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, മലപ്പുറത്തും അതുപോലെ തന്നെ മലബാറിലുമൊക്കെ താൽക്കാലിക ബാച്ചുകൾ തൽക്കാലം നമ്മൾക്ക് ആവശ്യമില്ല. കാരണം താൽക്കാലികമായിട്ട് തരുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ഇവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, മലപ്പുറത്തെ മന്ത്രി പറഞ്ഞ ഈ കണക്ക് തന്നെ വൈരുദ്ധ്യമുണ്ട്. കാരണം നിലവിൽ മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷകർ എന്ന് പറയുന്നത് 82,446 കുട്ടികളാണ്. അത് മെറിറ്റ് സീറ്റുകൾ എന്ന് പറയുന്നത് 50,080 ആണ്. അഡീഷണൽ നമ്മളെ ഇവിടെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടകളൊക്കെ എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട അടക്കം 6,437 സീറ്റുകളാണ്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂട്ടിക്കിഴിച്ചാലും നിലവിൽ അങ്ങനെ ഈ പുറത്താണ് മറ്റു കോഴ്സുകളുമൊക്കെയാണ് പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഹയർ സെക്കൻഡറിക്ക് ഈ കുട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള 82,000 കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളോട് നിങ്ങൾ വേറെ കോഴ്സിന് പോയിക്കോ, അതല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസ് എടുത്ത് പഠിച്ചോ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇവിടെ ഈ ജില്ലക്കകത്ത് അല്ലെങ്കിൽ മലബാറിലുള്ള കുട്ടികൾ പൈസ കൊടുത്ത് പഠിക്കണം, അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല.
അത് സർക്കാർ അനുവദിച്ചു കൊടുക്കേണ്ടതല്ല. കാരണം രക്ഷിതാക്കൾ അവരുടെ കീശയിൽ നിന്ന് പൈസ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സർക്കാരിൻ്റെ ഔദാര്യമായിട്ട് ഞങ്ങൾക്ക് തരേണ്ടതില്ല. അത് ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത് 25,973 കുട്ടികളുടെ ഇവരുടെ മന്ത്രി ഇന്ന് പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ സെൽഫ് ഫൈനാൻസ് മലപ്പുറത്തുണ്ട്. 10,877 സീറ്റുകൾ മലപ്പുറത്തുണ്ട്. അതും കൂടി മാറ്റി നിർത്തിയാൽ ഈ നിലവിൽ മലപ്പുറം ജില്ലയിൽ 15,096 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ തീരെ അവസരമില്ല എന്നുള്ളതാണ്. എന്നിട്ട് മന്ത്രി പറയുന്ന കണക്കാണ് അതിലെ ഏറ്റവും വളരെ രസകരമെന്ന് പറയുന്നത്. 7,478 കുട്ടികൾക്കാണ് ഇനിയിവിടെ കിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇതിൽ വളരെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മലപ്പുറത്തെ ഇവർ പറയുന്നത് നിലവിൽ ഇത്ര കുട്ടികൾ മാത്രമേ അത് തന്നെയും കബീർ, ഇപ്പോ ആ കണക്ക് പോലും ഇപ്പോൾ നിയമസഭയിൽ ഇന്നലെ പറഞ്ഞ കണക്ക് ആണ് ഈ പറയുന്ന 7,478 സീറ്റ് കുറവ് എന്ന്. ഇന്നിപ്പോൾ അതേ കണക്ക് തന്നെ മന്ത്രി ആവർത്തിക്കുന്നു. പക്ഷേ അതിനു മുൻപ് പറഞ്ഞ കണക്ക് എങ്ങനെയായിരുന്നു? ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കണക്ക് പ്രകാരം 2,954 സീറ്റിന്റെ കുറവ് എന്നതായിരുന്നു അന്ന് പറഞ്ഞ കണക്ക്. അതായത് മലപ്പുറത്ത് 11,083 സീറ്റാണുള്ളത്, 14,037 അപേക്ഷകരാണുള്ളത് എന്ന കണക്കാണ് അന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നീടാണ് നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ കണക്ക് പറയുന്നത്. അങ്ങനെ പലതവണ പല കണക്കുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 7,000 ചിൽവാനം എന്ന കണക്കിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ നമ്മൾ മാധ്യമങ്ങളടക്കം നിങ്ങളൊക്കെ പറയുന്ന കണക്ക് ഇതല്ല എന്നുള്ളതാണ്. ഏതായാലും 32,000-ലേറെ വിദ്യാർത്ഥികൾ, അതിപ്പോൾ മറ്റ് പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പോലും, അൺഎയ്ഡഡ് ഉൾപ്പെടെ പ്രവേശനം നേടിക്കഴിഞ്ഞാലും, ITI അതുപോലെ തന്നെ വൊക്കേഷനിലൊക്കെ പ്രവേശനം നേടിക്കഴിഞ്ഞാലും വീണ്ടും ഈ മന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് സീറ്റ് ഇല്ലാതെ വരും എന്നുള്ള കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കെ എൻ്റെ ചോദ്യം ഇതാണ്. ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ ഔട്ട്കമ്മിൽ നിങ്ങൾ തൃപ്തരാണോ? അധിക താത്കാലിക ബാച്ച് എന്നതിലേക്ക് സർക്കാർ വഴങ്ങിയിട്ടുണ്ട്, അതിൽ തൃപ്തിയുണ്ടോ? ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിലവിലെ ഈ സാഹചര്യത്തിൽ മലപ്പുറത്ത് മാത്രം 20 ഹൈസ്കൂളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ വലിയ ചർച്ചകൾ കാര്യങ്ങൾ വന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അഭിമാനത്തോടെ പറയാം, കഴിഞ്ഞ വർഷം അവർ പറഞ്ഞു മന്ത്രിസഭ അതല്ലെങ്കിൽ ഗവൺമെൻറ് പുതിയ കോഴ്സുകൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച് തന്നാൽ, ബാച്ചുകൾ പ്രഖ്യാപിച്ച് തന്നാൽ മലപ്പുറം ജില്ലയിലെ 20 ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾ അതിന് വേണ്ട ബിൽഡിങ്ങിന് വേണ്ട ഫണ്ട് വെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മലപ്പുറത്തെ ഗവൺമെൻറ് നിലവിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ട സംവിധാനമില്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ ഞങ്ങളുടെ ഫണ്ടുകൾ മാറ്റിവെച്ച് ഞങ്ങളതിന് നേതൃത്വം കൊടുക്കാം, ഞങ്ങളതിന് എല്ലാം ഒരുക്കമാണെന്ന് പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞൊരു കണക്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ 15,096 കുട്ടികൾക്ക് നിലവിൽ പഠിക്കാൻ ഇവിടെ സെൽഫ് ഫൈനാൻസിൻ്റെ പുറമെ ഇവിടെ പഠിക്കാൻ തീരെ അവസരമുണ്ടാകില്ലെന്ന് പറഞ്ഞ കുട്ടികളുടെ കണക്ക് പ്രകാരം മന്ത്രി പറയുന്ന 7,000 കണക്കെന്ന് പറയുന്നത് നിലവിൽ അഡ്മിഷൻ കിട്ടിയിട്ട് തീരെ ചേരാത്ത കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ അതൊരു ശരിയായ കണക്കല്ല. കാരണം ഞാൻ കൊണ്ടോട്ടിക്കാരനാണ്. എൻ്റെ പഞ്ചായത്തിൽ ഞാൻ എൻ്റെ ചുറ്റുഭാഗത്തുള്ള 12 അല്ലെങ്കിൽ 10 സ്കൂളുകളെ ഞാൻ ഈ കുട്ടികൾക്ക് ഈ കുട്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചോയ്സ് ചെയ്താൽ ഈ സ്ഥലങ്ങളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാതെ കിട്ടുന്നത് ഒരു പക്ഷേ എൻ്റെ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പെരിന്തൽമണ്ണയിലോ അതല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ആണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡെയിലി പോയി വരാൻ പ്രയാസമുണ്ടാകും. അങ്ങനെ പല കുട്ടികളും അഡ്മിഷൻ എടുക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഇനി ഇതിലേക്ക് എടുക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് ശരിയായ വസ്തുതയല്ല. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ കുട്ടികളുടെ അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യമാണ്, അതല്ല സർക്കാരിന്റെ ഔദാര്യമല്ല. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു ഡയറക്റ്റായ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകാം. കബീർ, ഇപ്പൊ ഇത് പ്രശ്നപരിഹാരമാകുമോ? ഇല്ല, ഞങ്ങളെ നേതൃത്വം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ കൂടിയാലോചിച്ച് ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടതിൽ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ വിഷയത്തിൽ, കാരണം ഞങ്ങൾ നേതൃത്വമായിട്ട് ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപ് അവരുമായി കൂടിയാലോചിച്ചിരുന്നു. ഇപ്പോഴാണ് ഈ ചർച്ച അവസാനിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദാംശങ്ങൾ വരുന്നത്. ഇതിൽ മന്ത്രി പറഞ്ഞ വളരെ ഞങ്ങൾ ചർച്ചയ്ക്ക് മുന്നിൽ വെച്ചത് പുതിയ ബാച്ചുകൾ വേണം. മലപ്പുറത്ത് നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഗൗരവമായിട്ടുള്ളൊരു വിഷയമുണ്ട്. നിലവിൽ ഈ അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയർ ഈ തുടങ്ങുന്നതിന് മുമ്പ് MSF ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു ഇവിടെ വലിയ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ ഉള്ള ഞാൻ എത്താം. ഇപ്പോൾ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് തത്സമയം അതിലേക്ക്.
ഞാൻ തിരികെ ചർച്ചയിലേക്ക് പോവുകയാണ്. കബീർ, അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും കിട്ടിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഈ നേതാക്കളുമായി കൂടിയാലോചിച്ച് മാത്രമേ ഇതിൽ തീരുമാനം പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചർച്ച അല്പസമയം മുൻപ് അവസാനിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അത് അതേപടി അംഗീകരിക്കുകയാണോ ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത് സർക്കാർ? ഞങ്ങൾ പറഞ്ഞ ഈ ഡിമാൻഡുകൾ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക്, ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും എന്തുകൊണ്ടാണ്, എന്ത് സാങ്കേതിക പ്രയാസം കൊണ്ടാണ് ആ കുട്ടിക്ക് എവിടെയും നിങ്ങളൊക്കെ 24 ഒക്കെ ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിരുത്തി നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു കുട്ടികളുടെ പ്രയാസങ്ങൾ. ഒരു കുട്ടി ചോദിച്ച വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞു, ഇനി ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ആ കുട്ടിയുടെ ചുറ്റുവട്ടത്തുള്ള 12 സ്കൂളുകളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് പറയുമ്പോൾ ഇവിടെ ഈ അസ്വാഭാവികമായിട്ടുള്ള ഈ ഫുൾ A+ കിട്ടിയിട്ടുള്ള ഈ കുട്ടിക്ക് പോലും ഇവിടെ അഡ്മിഷൻ ലഭിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ സീറ്റുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് 65 കുട്ടികൾ നിലവിൽ ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ഇത് മന്ത്രി പ്രത്യേകമായിട്ട് 5-ാം തീയതിയോട് കൂടി ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ആ സമിതിക്ക് അനുസരിച്ച് വരുന്ന ഉത്തരവ്, അതിൽ അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഞങ്ങൾ വരും ദിവസങ്ങളിലുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഗവൺമെന്റ് നമ്മളുമായി ചർച്ച നടത്തി തൽക്കാലത്തേക്ക് ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആ കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് വേണ്ട രീതിയിൽ നീതി നടപ്പാക്കണം എന്നുള്ളതാണ് MSFന് പറയാനുള്ളത്. കാരണം മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ഉറപ്പാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് മന്ത്രിയുടെ ഉറപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലതോ എന്നുള്ളത് നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞു മന്ത്രി ഇവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നീട് മന്ത്രി പറഞ്ഞു 2000-ന്റെ കുറവേ ഉള്ളൂ. ഇപ്പം മന്ത്രി പറയുന്നു 7000 സീറ്റുകളുടെ കുറവുണ്ടെന്ന്. അങ്ങനെ അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ആയതുകൊണ്ടായിരിക്കും അവർ പക്ഷേ എങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, മലബാറിലെ കുട്ടികൾക്ക് ഈ പഠിക്കാൻ വേണ്ട സംവിധാനം ഒരുക്കുന്നത് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട PK നവാസും പ്രിയപ്പെട്ട CK നജാഫ് അടക്കമുള്ള 12 ആളുകൾ ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞങ്ങൾ മലപ്പുറത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ് ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 100 ദിവസം ജയിലിലിട്ടാലും ശരി, ഞങ്ങൾക്കെതിരെ 100 കേസുകൾ എടുത്താലും ശരി, MSF ഈ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്ത് ശക്തമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, ശ്രീ PM ആർഷോ, വൈകിയാണെങ്കിലും SFI കൂടി ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. ആ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്നലെയൊക്കെ. അപ്പോൾ ഇന്നലെ മന്ത്രി പറഞ്ഞത് SFI എന്താണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഏതായാലും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയിൽ അവരെ കൊണ്ട് മനസ്സിലാക്കിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയോടെ മനസ്സിലായോ? ഇന്നത്തെ തീരുമാനത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇതിൽ 2 കാര്യമുള്ളത് നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, പുതുതായി SFIക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതൊന്ന്. 2, ഈ ഘട്ടത്തിലല്ല SFI വിഷയം ഉന്നയിക്കുന്നത് എന്നുള്ളതും. അല്ല, നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം ഈ വിഷയം ഏറ്റെടുത്തതാണ്, അത് നമുക്കറിയാം. പക്ഷേ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ. അതെ 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 അല്ല, ഞാൻ പറയട്ടെ, അതായത് ഞങ്ങൾ ഏറ്റെടുത്തത്, ഞങ്ങൾ ഇതിൻ്റെ ആദ്യഘട്ടം മുതലേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു സമരകോലാഹലം തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആശങ്ക, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് കടക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും അധികമായി ബാച്ച് അതിന് അനുവദിക്കേണ്ടതായി ഉണ്ടെങ്കിൽ അത് എവിടെയെല്ലാം എത്ര ബാച്ചുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്തി, സ്വാഭാവികമായും ആ പഠനം നടത്താൻ വേണ്ടി കഴിയുക, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുക ഈ പറഞ്ഞ പോലെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. അങ്ങനെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അവസാനിക്കുന്ന ഘട്ടത്തിൽ എവിടെയെല്ലാം അധിക ബാച്ചുകൾ വേണോ, അപ്ലൈ ചെയ്ത് എവിടെയെല്ലാം വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക അഡ്മിഷൻ കിട്ടാത്ത, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടോ, ആ ഘട്ടത്തിൽ കൃത്യമായി അത് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി അധിക ബാച്ച് അനുവദിക്കേണ്ട ഇടങ്ങളിൽ അധിക ബാച്ച് അനുവദിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം. മൂന്നാമതായി, ഇങ്ങനെ അധിക ബാച്ച് അനുവദിക്കുന്ന ഘട്ടത്തിൽ ആ അധിക ബാച്ചുകൾ നിശ്ചയമായും സർക്കാർ മേഖലയിലായിരിക്കണം, സർക്കാർ സ്കൂളുകളിലായിരിക്കണം. അത് എയ്ഡഡ് സ്കൂളുകളിലോ അൺഎയ്ഡഡ് സ്കൂളുകളിലോ ആവാൻ വേണ്ടി പാടില്ല, സർക്കാർ സ്കൂളുകളിലായിരിക്കണം ആ അധിക ബാച്ച് അനുവദിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ.
സ്വാഭാവികമായും അത് അതാത് ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു സമരരൂപത്തിലേക്ക് കടക്കുന്നത് അലോട്ട്മെന്റ് 3 ഘട്ട അലോട്ട്മെന്റുകളും പൂർത്തീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് കടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ്. സ്വാഭാവികമായും സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പരിശോധന എവിടെയെല്ലാം സീറ്റുകൾ അധികമായി വേണമെന്നുള്ളതിന് അല്ല എവിടെയെല്ലാം ബാച്ചുകൾ അധികമായി വേണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു ഈ ഘട്ടത്തിൽ. കാരണം ഞങ്ങൾ ഈ ഘട്ടത്തിലെ ഞങ്ങൾ സമരം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിന്റെ അലോട്ട്മെന്റ് പൂർത്തീകരിക്കാത്ത നമുക്കറിയില്ലത് ഏതെല്ലാം ഭാഗത്താണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ താലൂക്ക് തിരിച്ചുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ താലൂക്കുകളിൽ വിവിധ കോഴ്സുകളിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ അപേക്ഷകരുടെ എണ്ണം സീറ്റിനേക്കാൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ കൊമേഴ്സിൽ പലയിടത്തും ഉള്ള സീറ്റിനേക്കാൾ കുറവ് അപേക്ഷകരെ കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ഒരു അവസാന ചിത്രം ലഭ്യമാവുക അതിൻ്റെ അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികവും അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് മുൻപേ ഇത് ആകമാനം വിഷയമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും, രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മുൻ അനുഭവങ്ങൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ, കാലാകാലങ്ങളായി മലബാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഇടപെടൽ നടത്തിയ ഇടതുപക്ഷ ഗവൺമെന്റിനെയാണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പരിചയം. സ്വാഭാവികമായും ഗവൺമെന്റ് ഭാഗത്ത് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ആ വിശ്വാസം ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു മടിയും ഇല്ല. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നേരത്തെ പക്ഷേ അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തുകൊണ്ടാണ് മന്ത്രി SFIക്ക് ഈ വിഷയത്തിൽ എന്താണ് SFI മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് ഇന്നലെ മന്ത്രി പറയാനുണ്ടായ സാഹചര്യം എന്താണ്? SFI തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് തന്നെയാണല്ലോ മന്ത്രി ഉദ്ദേശിച്ചത്. അത് എന്തുകൊണ്ടാകാം? അല്ല, സ്വാഭാവികമായും ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ലോ, ബഹുമാനോട് മന്ത്രിയാണല്ലോ. അത് നിങ്ങൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന് പ്രസ് മീറ്റ് ഉണ്ടായല്ലോ, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനകത്ത് ഇതാകമൊത്തം അല്ല, തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തെറ്റായി മനസ്സിലാക്കിയതെല്ലാം ശരിയായ രീതിയിൽ ഇന്ന് മനസ്സിലാക്കി കൊടുക്കും ചർച്ചയിൽ എന്നതാണ് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാകാം മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന മന്ത്രിയുടെ ആ വ്യാഖ്യാനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ ചർച്ചയിൽ ഉടനീളം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തിൽ നിന്നും ഒരു ഘട്ടത്തിലും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇവിടെ നേരത്തെ MSFന്റെ പ്രതിനിധി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു കാര്യം കൂടി അതിലേക്ക് താങ്കൾ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അപ്പൊ ഇന്നത്തെ ഈ ചർച്ചയുടെ തീരുമാനത്തിൽ SFI പൂർണ്ണമായി തൃപ്തരാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് മുഴുവൻ, ഞങ്ങൾ എന്തെല്ലാമാണോ ആവശ്യപ്പെട്ടത് ആ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ മുഴുവൻ അംഗീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ ആ ചർച്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടായാൽ, ഇപ്പോൾ അധിക ബാച്ച് അനുവദിക്കണം എന്നുള്ള ആവശ്യമുണ്ട്, അത് പഠിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. അങ്ങനെ അധിക ബാച്ച് അനുവദിക്കുമ്പോൾ അത് സർക്കാർ മേഖലയിലായിരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ സർക്കാർ മേഖലയിലല്ലാതെ എയ്ഡഡ് മേഖലയ്ക്കകത്താണ് സീറ്റ് അനുവദിക്കുന്നത് അല്ല ബാച്ച് അനുവദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലും ഞങ്ങൾ സമരത്തിലേക്ക് എടുക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ല. എന്നാൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഉറപ്പുകൾ, ആ ഉറപ്പുകൾക്കകത്ത് ഞങ്ങൾ തൃപ്തരാണ്. സ്വാഭാവികമായിട്ടും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങളുടെ ഈ സമരത്തിൽ തൽക്കാലം നിങ്ങൾ പിന്മാറുകയും നിങ്ങളുടെ സമരം നിങ്ങൾ താൽക്കാലികമായി അതിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ? അത് നിർത്തിവെച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ സമരരൂപത്തിലേക്ക് കടന്നിട്ടുള്ളൂ. ആ സമരരൂപത്തിൽ ഞങ്ങൾ ആ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് ലംഘിക്കപ്പെടുന്ന ഘട്ടത്തിലല്ലേ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ഇതിൽ തന്നെ സ്റ്റെക്ക് ആവുന്നതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നേരത്തെ MSFന്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് കബീർ പറഞ്ഞ കണക്കുകളുമായി ബന്ധപ്പെട്ട് ചില പൊരുത്തക്കേടുകളെ അതിനെ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകണം. അല്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ആകെ തെറ്റായി ധരിക്കുന്ന നിലയുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്.
ഈ മലപ്പുറം ജില്ലക്കകത്ത് ആകെ അപേക്ഷകരുടെ എണ്ണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 82,466 അപേക്ഷകരാണ് നിലവിലുള്ളത്. ആ അപേക്ഷകരുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ 4,352 വിദ്യാർത്ഥികൾ അപേക്ഷകർ മറ്റു ജില്ലകൾക്കകത്ത് അഡ്മിഷൻ എടുത്ത് ഇതിനോടകം പോയി. മറ്റു ജില്ലകൾക്കകത്ത് അഡ്മിഷൻ എടുത്ത 4,352 അപേക്ഷകരുണ്ട്. ബാക്കി അപേക്ഷകർ 78,114. അതിൽ വിവിധ അലോട്ട്മെന്റുകളിൽ കഴിഞ്ഞ 3 അലോട്ട്മെന്റുകളിലായി അലോട്ട്മെന്റ് ലഭിച്ച് അതിൽ അഡ്മിഷൻ എടുക്കാതെ ഞങ്ങൾ പ്രവേശനം നേടുന്നില്ല എന്ന് നിശ്ചയിച്ച വിദ്യാർത്ഥികളുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ടാകാം. അതിൽ ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ CBSE പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ICSE അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് തന്നെ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കാം. പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നില്ല, ഞങ്ങൾ ITI അല്ലെങ്കിൽ പോളിയിലെ പഠിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച വിദ്യാർത്ഥികളായിരിക്കാം. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില ആളുകൾ, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണയൊക്കെ നല്ല അനുഭവമുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായി അറിയുന്ന കാര്യമുണ്ട്, നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്ന് ചില കേന്ദ്രങ്ങൾ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് അഡ്മിഷൻ എടുപ്പിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ആയിരിക്കാം. അങ്ങനെ 7,054 വിദ്യാർത്ഥികൾ അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ എടുക്കാത്ത ആളുകളുണ്ട്. ഇവർ പറയുന്നത് അവരെ പരിഗണിക്കണമെന്നാണ്. അവരെ വീണ്ടും പരിഗണിക്കണം. അതെന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവർ ആഗ്രഹിക്കാത്ത എവിടെയെങ്കിലുമാണോ ഇവർക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്? ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ കൃത്യമായി അപ്ലൈ ചെയ്തിട്ടുള്ള ഒന്നിലധികം പ്രിഫറൻസ് ഇട്ടിട്ടുണ്ടാകും. ആ പ്രിഫറൻസ് പ്രകാരം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള കോഴ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ക്യാമ്പസുകൾക്കകത്ത് തന്നെ ആയിരിക്കുമല്ലോ. ഒന്നാമത്തെ പ്രിഫറൻസിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് വിവിധ അലോട്ട്മെന്റ് ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും അതിനകത്ത് മാറ്റം വരുന്ന നിലയുണ്ടാകും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഒരു പറയും 3 ഘട്ട അലോട്ട്മെന്റ് അല്ലെന്നോ. ആദ്യ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്റ്റ് ചെയ്യാതെ അഡ്മിഷൻ എടുക്കാതിരുന്ന 3000 വിദ്യാർത്ഥികളുണ്ട്. സ്വാഭാവികമായും അവർക്ക് ആഗ്രഹിച്ചത് ലഭിക്കാതിരുന്നതാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഓപ്ഷൻ ലിഫ്റ്റായി വരും, തേർഡ് അലോട്ട്മെന്റ് ലിഫ്റ്റായി വരും. ഇതിനേക്കാൾ സാധ്യതകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ ഇതിനകത്ത് തുടർന്ന് പോകണ്ട എന്ന് തീരുമാനമെടുത്ത വിദ്യാർത്ഥികളാണ്. അങ്ങനെ മാറി നിന്ന 7,054 വിദ്യാർത്ഥികളുണ്ട്. ഈ കണക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായിട്ടുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥി ഇനി ഇതൊക്കെ പോട്ടെന്നേ, ഈ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് മുമ്പ്, അഡ്മിഷൻ പ്രക്രിയയ്ക്ക് മുമ്പ് പ്രോസ്പെക്ടസ് ഉണ്ടല്ലോ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ആ പ്രോസ്പെക്ടസിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിനകത്ത് ലഭിച്ച അഡ്മിഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷനുള്ള അവസരമുണ്ട്. പക്ഷെ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ അഡ്മിഷൻ പ്രക്രിയകൾക്കകത്തും വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡമാണ്. അങ്ങനെ പുറത്തുപോയ 7,054 വിദ്യാർത്ഥികൾ. ശേഷിക്കുന്ന 71,060 ഇതിനോടകം 53,762 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. ബാക്കിയുള്ള അപേക്ഷകരുടെ എണ്ണം 17,298. അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന സീറ്റ് ഉള്ളത് അത് ഹയർ സെക്കൻഡറി VHSC മാത്രം കേട്ടോ. ITI പോളി അൺഎയ്ഡഡിലേക്ക് ഒന്നും പോകുന്നില്ല. ഹയർ സെക്കൻഡറി VHSC മാത്രം. അവശേഷിക്കുന്നത് 9,820 സീറ്റാണ്. ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറവുള്ള സീറ്റുകളുടെ എണ്ണം 7,478. 7,478 സീറ്റാണ് ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ എയ്ഡഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സീറ്റുകൾ, VHSC സീറ്റുകൾ. ഇവയിൽ മാത്രം ഒഴിവുള്ളത് 7,478. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതിനപ്പുറത്തേക്ക് വേറെ ഒഴിവുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ അൺഎയ്ഡഡ് മേഖലക്കകത്ത് 10,000-ഓളം സീറ്റ് ഒഴിവുണ്ട്. ITI ഉണ്ട്, പോളി ഉണ്ട്, മറ്റു കോഴ്സുണ്ട്. അതിലേക്കൊന്നും വേണ്ട. ഹയർ സെക്കൻഡറി ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി VHSC സീറ്റുകൾ മാത്രം. ഇനി ആവശ്യമുള്ളത് ഈ പറഞ്ഞ ഈ ആളുകളുടെ ലിസ്റ്റ് പ്രകാരം ആവശ്യമുള്ളത് 7,478 സീറ്റ് മാത്രമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥികളുടെ ഭാവി വളരെ സുപ്രധാനമാണ്. അതിനകത്തൊരു തർക്കമില്ല. ഞങ്ങളും ഉന്നയിച്ചത് ആ വിദ്യാർത്ഥികളുടെ ഭാവി, അവർക്ക് ആവശ്യമായ സീറ്റ് ലഭ്യമാക്കണം എന്നുള്ളതാണ്. അത് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അതെവിടെയെല്ലാമാണ് ഇവർ മറ്റേ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഏതെല്ലാം താലൂക്കിലാണ്, ഏതെല്ലാം സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ്, ഏതെല്ലാം പഞ്ചായത്തിലാണ് ഈ കുട്ടികൾ അവശേഷിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് പഠിച്ച് ഇപ്പൊ 2 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി പഠിച്ച് അതിനകത്ത് പരിഹാരം ഉണ്ടാക്കും. അധിക ബാച്ചുകൾ സർക്കാർ മേഖലയിൽ തന്നെ ഈ കുട്ടികൾക്ക് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ഉറപ്പാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. ശരി.
ഇതിലിപ്പോൾ ഈ കണക്കിന്റെ കാര്യം പറയുമ്പം മന്ത്രി തന്നെ പല കണക്കുകൾ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾക്കും അറിയാവുന്നതാണ്. ഈ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച നിയമസഭയിൽ ഞാൻ വരാം നിയമസഭയിൽ ഞാനൊന്ന് പറയട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച മന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയ കണക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2954 സീറ്റിന്റെ കുറവ് എന്നതാണ് അന്ന് മന്ത്രി പറഞ്ഞത്. പക്ഷേ അതിനു മുൻപ് മന്ത്രി പറഞ്ഞിട്ടുള്ള കണക്ക് 2144 സീറ്റ് കൂടുതലാണ് എന്ന് നിയമസഭയിൽ അതിനു മുൻപ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് വെബ്സൈറ്റിലെ കണക്കുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്നതൊക്കെ അന്ന് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. കൂടെ പ്രതിപക്ഷം അത് അപ്പോൾ തന്നെ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. അതിനുശേഷമാണ് ഇന്നലെ, ഞാനൊന്ന് പറയട്ടെ, ഇന്നലെ അഹമ്മദ് ദേവർകോവിലിന്റെ സബ്മിഷന് മറുപടിയായിട്ട് 7478 എന്ന കണക്കിലേക്ക് മന്ത്രി എത്തുന്നതും ഇന്നിപ്പോൾ മന്ത്രി ആ കണക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയും. അപ്പൊ മന്ത്രി തന്നെ പല കണക്കുകൾ പറയുന്നതൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. ആർഷോ, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഞാൻ രക്ഷിതാവിലേക്ക് എത്തും. ഞാൻ വേഗം മടങ്ങിയെത്താം. അല്ല, ഞാൻ വരാം. ഇടവേള എടുത്തിട്ട് ഞാൻ വരാം. തീർച്ചയായും വരാം. തിരികെ ചർച്ചയിലേക്ക് ഞാൻ രക്ഷിതാവിലേക്ക് പോവുകയാണ്. സമീർ അലിയാണ് നമുക്കൊപ്പം തത്സമയമുള്ളത്. ശ്രീ സമീർ അലി, താങ്കളുടെ മകളാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതാണ് വിഷയത്തിൽ. ഞാൻ വരും ആർഷോ, ഞാൻ താങ്കളിലേക്ക് എത്താം. അതിനു മുൻപ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് കാത്തിരിക്കുകയാണല്ലോ. അല്ല, എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? എന്താണ്? പെട്ടെന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. പെട്ടെന്ന് കണക്കുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ് പൂർത്തിയായ മലപ്പുറം ജില്ലക്കകത്ത് 10ാം ക്ലാസ് പൂർത്തിയായി ഉപരിപഠനത്തിന് പോകാൻ അർഹരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കണക്ക് കൂട്ടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച സർക്കാർ മേഖലയിൽ മാത്രം കേട്ടോ, സർക്കാർ എയ്ഡഡ് മേഖലയിൽ മാത്രം, സർക്കാർ എയ്ഡഡ് മേഖലക്കകത്ത് നേരത്തെ പറഞ്ഞ 73,826 സീറ്റിന് പുറമെ 5,484 ITI സീറ്റ്, 880 പോളിടെക്നിക് സീറ്റ്. പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് അത് ക്ലാരിറ്റി വരുത്താണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 80,190 സീറ്റ് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലക്കകത്ത് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ മന്ത്രി പറഞ്ഞ 2000 ചില്ലോരം സീറ്റ് ആ നിലക്ക് നോക്കുമ്പോൾ, ആ മാനദണ്ഡ പ്രകാരം നോക്കുമ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ആ മന്ത്രി പറഞ്ഞ കണക്കിനകത്ത് തെറ്റില്ല. എന്നാൽ ഞങ്ങളുടെയും ആവശ്യം പോളിടെക്നിക് ഈ പറഞ്ഞ പോലെ ITI വെച്ചുകൊണ്ടല്ല, അല്ലാതെ പ്ലസ് ഹയർ സെക്കൻഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ 7,000, ഞങ്ങളുടെ ആവശ്യം തന്നെ 7,478 എന്നുള്ള കണക്ക് തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ മന്ത്രി മറ്റേ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കണക്ക് അവതരിപ്പിച്ചതല്ല. നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ അൺഎയ്ഡഡ് സർക്കാർ സീറ്റുകൾ, മറ്റു കോഴ്സുകളുടെ സീറ്റുകൾ അടക്കാണ് പറഞ്ഞിട്ടുള്ള നേരത്തെ 80,190 എന്നുള്ളത്. ഇനി അപ്പുറത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ 12,000 സീറ്റിന്റെ അധിക സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അൺഎയ്ഡഡ് മേഖല കൂടി പരിഗണിക്കുമ്പോഴാണ്. ഈ അൺഎയ്ഡഡ് മേഖല ഇവർ UDF അനുവദിച്ച അൺഎയ്ഡഡ് കോഴ്സുകളും ബാച്ചുകളും സ്കൂളുകളൊക്കെ ആണല്ലോ ഉള്ളത്. അവിടെയും ഉണ്ട്, സീറ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതുമല്ല. അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികൾ പോകേണ്ടതില്ല, സർക്കാർ മേഖലയ്ക്കകത്ത് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. പോയി പഠിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അതുപോലെ നിങ്ങൾ പോളിയിൽ ഇല്ലില്ല, ഒരു തെറ്റിദ്ധാരണയില്ല. പോളിയിൽ പോയി പഠിക്കൂ, VHSCയിൽ പോയി പഠിക്കൂ എന്നൊന്നും അതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? അപ്പൊ ആ തരത്തിലേക്കല്ലല്ലോ ഒരു മന്ത്രി സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ളതാണല്ലോ അന്നിപ്പോ. അതെ, അത് തന്നെയാണ് നമ്മുടെ വിഷയം. അല്ലാതെ മന്ത്രി പറഞ്ഞ സീറ്റിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് അല്ലല്ല നിങ്ങൾ പറഞ്ഞത് മന്ത്രി 12,000 സീറ്റ് എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 2,000 സീറ്റ് എന്ന് പറഞ്ഞു, പിന്നെ 7,000 സീറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന എണ്ണം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയല്ല. മന്ത്രി പറഞ്ഞത് ഏത് കണക്കാണ് എന്നുള്ളത് ഞാൻ ക്ലാരിറ്റി വരുത്തി എന്നുള്ളതേ ഉള്ളൂ. ശരി, മന്ത്രി അന്ന് കണക്ക് തെറ്റ് പറയുകയും അതിനുശേഷം നിയമസഭയിൽ തന്നെ പ്രതിപക്ഷം ഒന്ന് പ്രതിഷേധിക്കുകയും ചെയ്തതാണ്. ആ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കൾ മാത്രമല്ല നമ്മുടെ ചർച്ചയിലുള്ളത്. സമീർ അലി, ഇപ്പോ താങ്കൾ രക്ഷിതാവാണ്. താങ്കളുടെ മകൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതാണ് ഈ വിഷയത്തിൽ. ഇപ്പോൾ ഇന്ന് ഇതിൽ ചർച്ച നടത്തുന്നു. അത് സർക്കാർ മുൻകൈ എടുത്ത് തന്നെ ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരു താത്കാലിക ബാച്ച് എന്നതിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ശുപാർശ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശത്തിൽ നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ? ഓക്കെ, ആദ്യം ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കന്മാരായ ഹർഷയും കബീറും വളരെ പ്രതീക്ഷയുള്ള നേതാക്കന്മാരാണ്. അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഭാഗത്തെ ഈ ഇപ്രാവശ്യത്തെ +2 സീറ്റ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സീറ്റിന്റെ അപര്യാപ്തതയും അതിന്റെ ഷോർട്ടേജ് കൊണ്ടുള്ള കുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടും നമ്മൾ ഇത്രയും നേരം ചർച്ച കേട്ടു. ഞാൻ ഇതല്ലാത്ത വേറെ തലത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ പോകുന്ന പോയിന്റ്. അതായത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ ഓരോ മണ്ഡലത്തിലാണെങ്കിലും ഓരോ പഞ്ചായത്തിലാണെങ്കിലും
ആ പഞ്ചായത്തില് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട എത്ര മക്കള് full A+ കിട്ടിയ കുട്ടികൾക്ക് സീറ്റ് അവൈലബിൾ അല്ലാന്ന്? ആ സീറ്റ് അവൈലബിൾ അല്ലാതെ ആ കുട്ടികൾ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പഠിക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കേ പോകുന്നില്ല. അതേ സ്ഥാനത്ത് full A+ ഇല്ലാത്ത കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് പഠിക്കാനും പറ്റുന്നു. അപ്പോ നമ്മളെ അലോട്ട്മെന്റ് സംവിധാനത്തിൽ ഒരു പാകപ്പിഴവുണ്ട്. ആ പാകപ്പിഴവിലാണ് ഒരു 15% കുട്ടികൾ ഇന്ന് സീറ്റ് കിട്ടാതെ ഇപ്പൊ നമ്മളെ പോലെ വിദ്യാർത്ഥി അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ശ്രീ സമീർ അലി, ഏകജാലക സംവിധാനത്തിൽ ആകപ്പാടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അടക്കമുണ്ട് എന്നതിലേക്കാണോ താങ്കൾ? അതെ, അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ പറയാം. ഏകജാലക സംവിധാനത്തിന്റെ ഒന്നാമത്തെ പോരായ്മ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പഞ്ചായത്ത് നിവാസിയാണ്. എന്റെ പഞ്ചായത്തില് ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. +2 ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. എന്റെ തൊട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്താണ്. വടകര താലൂക്ക് തിരുവള്ളൂർ പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്, കോഴിക്കോട് ജില്ലയുടെ. അതിന് തൊട്ടുള്ള പഞ്ചായത്താണ് വില്യാപ്പള്ളി പഞ്ചായത്ത്. ഈ വില്യാപ്പള്ളി പഞ്ചായത്തിൽ 2 സ്കൂളുണ്ട്. അപ്പോ വില്യാപ്പള്ളി പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിക്കും തിരുവള്ളൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിക്കും അഡ്മിഷൻ കിട്ടുന്നതിൽ തിരുവള്ളൂർ താമസിക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്, അത് full A+ ഉണ്ടെങ്കിൽ പോലും. അതേ സ്ഥാനത്ത് വില്യാപ്പള്ളി പഞ്ചായത്തിൽ താമസിക്കുന്ന കുട്ടിക്ക് 9A+ ആണെങ്കിലും സീറ്റ് കിട്ടും. അപ്പോ നമ്മൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന ഈ കൊണ്ടുവന്ന മാറ്റം കൊണ്ട് മിടുക്കികളുമായ കുട്ടികൾ തഴയപ്പെടുന്നുണ്ടോ എന്ന് പഠിക്കണം. അത് ഈ ആൽഗോരിതം എഴുതിയതില് നമ്മളുടെ ഏകജാലക സംവിധാനത്തിന്റെ ആൽഗോരിതത്തിൽ പിഴവുണ്ട്. ആ പിഴവ് എങ്ങനെയാ നമുക്ക് നികത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം പറയാം. അതായത് തിരുവള്ളൂർ പഞ്ചായത്തിലും വില്യാപ്പള്ളി പഞ്ചായത്തിലും, അതായത് തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം ഒരേ നമ്പർ ഓഫ് സീറ്റ് അവൈലബിലിറ്റി ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും തുല്യ നീതിയാണ് കിട്ടുന്നത്. ഇത് ഒരു പഞ്ചായത്തിൽ 60 സീറ്റേ ഉള്ളൂ, വേറൊരു പഞ്ചായത്തിൽ 120 സീറ്റ് ഉണ്ട്. അപ്പൊ ആ പഞ്ചായത്തിലെ കുട്ടികൾക്ക് കൂടുതൽ സാധ്യതയാണ് സീറ്റ് കിട്ടാൻ. അതിലാണ് എന്റെ മോള് പെട്ടിരിക്കുന്നത്. ഒന്നത്. രണ്ട്, ഇതേ പ്രശ്നം നമ്മൾ വടകര താലൂക്കിലേക്ക് പോകുമ്പോൾ താലൂക്കിൽ 6 സ്കൂളുണ്ട്. 6 സ്കൂളിൽ 360 വരുന്നുണ്ട്, അവൈലബിലിറ്റി വരുന്നുണ്ട്, സയൻസ് ബാച്ച് ആണ്. അപ്പോ ഇത്തരം സംവിധാനത്തിൽ ഉണ്ടായ പാകപ്പിഴവ് മൂലമാണ് എന്റെ മോള് വീട്ടിലിരിക്കുന്നത്. ഇനി മറ്റൊരു പാകപ്പിഴയെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞത് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം. താങ്കൾക്ക് ഒരുപക്ഷെ അതേക്കുറിച്ച് അറിയാമായിരിക്കാം ശ്രീ സമീർ അലി. അതായത് ഇപ്പൊ ഈ ഗ്രേഡും അല്ലതൊന്നുമല്ല, ചില കാര്യങ്ങൾ കൂടി ഇതിലേക്ക് മാനദണ്ഡമായി വരുന്നു. അതായത് പേരിന്റെ ആദ്യാക്ഷരം, ജനന തീയതി, ഇതെല്ലാം കൂടി വന്ന് ഇപ്പോൾ ഒരുപക്ഷെ H എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുട്ടിക്ക് കൂടുതൽ A+ ഒക്കെയുള്ള കുട്ടിയാകാം. എന്നാൽ പക്ഷേ A-യിൽ തുടങ്ങുകയാണ് ഒരു കുട്ടി എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മുൻഗണന എന്ന തരത്തിലേക്കൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി നമ്മൾ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഇതെന്ത് മാനദണ്ഡമാണ് എന്ന ചോദ്യം, താങ്കൾ പറയുന്ന ആ സാങ്കേതികത്വം എന്ന് പറയുന്നതിലേക്ക് ഇതുകൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതെന്ത് സംവിധാനമാണോ എന്ന ചോദ്യം താങ്കൾ ഉന്നയിക്കുന്നത് സത്യമാണോ എന്ന് തോന്നുന്നു. ഞാനിതിപ്പോ സംസാരിക്കുന്നത് SFIയുടെ പ്രതിനിധി ആർഷോനോടും MSFന്റെ പ്രതിനിധിയായ കബീറിന്റെ അടുത്തും അവർക്കാണ് ഈ നേതാക്കന്മാരുടെ അടുത്തും നമ്മളുടെ ഭരണ സംവിധാനത്തിലും ഇത്തരം കാര്യങ്ങൾ പ്രശ്നമായിട്ടുണ്ട് എന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യത്തിനെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പിന്നെ ഈ ഗ്രേഡിംഗ് സംവിധാനത്തിന്റെ ഒരു പ്രശ്നം പറയാം. എന്റെ മോള് അവിടെ മേമുണ്ട ഹയർ സെക്കൻഡറി, അതായത് വില്യാപ്പള്ളി പഞ്ചായത്തിലെ മേമുണ്ട ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടിയാണ്. അവിടുത്തെ ആദ്യത്തെ 3 കുട്ടികളിൽ ഒരാളാണ്. ഈ ആദ്യത്തെ 3 കുട്ടികളിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിൽ വരുന്ന 3 കുട്ടികളിൽ ഒരാളായ എന്റെ മോൾക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നം ഗ്രേഡിംഗ് സംവിധാനവും കൂടെയാണ്. ഒന്ന്, കാരണം 90 മാർക്കുള്ള കുട്ടിക്കും 99, 100 മാർക്കുള്ള കുട്ടിക്കും, അതായത് ഒരു സബ്ജക്റ്റിൽ 90 വെച്ചിട്ട് എല്ലാ സബ്ജക്റ്റിലും കിട്ടുകയാണെങ്കിലും ആ 99 എല്ലാ സബ്ജക്റ്റിലും കിട്ടിയ കുട്ടിയും ഒരേ പരിഗണനയ്ക്കാണ് ഈ ഗ്രേഡിംഗ് സംവിധാനത്തിന് വരുന്നത്. അപ്പോ നല്ല മിടുക്കന്മാരായ കുട്ടികളും വീട്ടിലിരിക്കുന്നു, അല്ലാത്ത കുട്ടികൾക്ക് സീറ്റ് ഇതിന്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകജാലക സംവിധാനത്തിൽ ആൽഗോരിതം പ്രശ്നം കൊണ്ട് അവൈലബിലിറ്റി കിട്ടുന്നു. ഇത്തരം സംവിധാന പിഴവുകൾ നികത്താൻ വേണ്ടി പ്രഷർ ഇടാതെ നമ്മൾ ഈ ചർച്ചയാണ് വെറും സീറ്റ് അവൈലബിലിറ്റിയിലേക്ക് മാത്രം ഒതുക്കിയാൽ അത് തെറ്റായി പോകും. പല കുട്ടികളും, ഞാനിപ്പോ ഈ 3-4 ദിവസമായി പല ചാനലുകളിലും പല ന്യൂസുകളിലും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ന്യൂസിന്റെ അടിയിൽ കമന്റ് വായിച്ചു നോക്കുമ്പോൾ എന്റെ മോൾക്ക് കിട്ടിയിട്ടില്ല, എന്റെ മകന് കിട്ടിയിട്ടില്ല, full A+ ആണ്. ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് പറയാനുള്ള വേദികളില്ല, അവർക്ക് ചോദിക്കാനുള്ള ആൾക്കാരില്ല. അപ്പൊ അവരിൽ ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്.
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവൈലബിലിറ്റി ഓഫ് സീറ്റ് എന്നുള്ളത് മുഖ്യമാണെങ്കിൽ പോലും നമ്മളെ അടുത്ത 10ാം ക്ലാസ് ബാച്ച് വരുമ്പോൾ അത് ഏറ്റവും മിനിമം താലൂക്ക് അടിസ്ഥാനത്തിലായിരിക്കണം സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതാണ് ഇത്തരം കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ നേതാക്കൾ ശ്രമിക്കണമെന്നുള്ളതാണ്. അല്ല, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ടെലിഫോൺ ലൈനിലുണ്ട്. അലോഷ്യസ് സേവ്യർ, ഇപ്പോൾ ഈ ഇന്ന് നടത്തിയിരിക്കുന്ന ചർച്ച, അതിലെ തീരുമാനം നിങ്ങൾ തൃപ്തരാണോ? അല്ല, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, സീറ്റ് കുറവുണ്ട് എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമ്മതിച്ചു എന്ന് പറയുന്നത് ഇതിനെ പോസിറ്റീവായിട്ട് ഞങ്ങൾ നോക്കിക്കാണുകയാണ്. കാരണം ഈ വിഷയങ്ങളുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിൽ സീറ്റുകളുടെ പ്രശ്നമില്ല, ഇവിടെ മുഴുവൻ അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പര്യാപ്തമായിട്ടുള്ള സീറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞത് സീറ്റുകളുടെ കുറവുണ്ട്, അത് നികത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയും ഞങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ ഇമ്മീഡിയറ്റ് സൊല്യൂഷനും, 2 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർമനന്റ് സൊല്യൂഷനും. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിലവിൽ +1 അപേക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആകേണ്ടുന്ന ഒരു സൊല്യൂഷൻ. 2, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെർമനന്റ് സൊല്യൂഷൻ. പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷാരംഭത്തിലും അക്കാദമിക് വർഷത്തിന്റെ ആരംഭത്തിലും +1 സീറ്റിന്റെ കുറവ് ഒരു വലിയ വിഷയമായി നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൂടാ, അതിലൊരു പെർമനന്റ്ലി ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഒപ്പം ഈ ഏകജാലക സംവിധാനം, എനിക്ക് മുൻപ് സംസാരിച്ച ഒരു വ്യക്തി ഏകജാലക സംവിധാനത്തിന്റെ ഒരു പോരായ്മ പറഞ്ഞു, അതും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻപിലേക്ക് ഞങ്ങൾ എടുത്തു പറഞ്ഞു. താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ പരുവപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറ്റം വരുത്താം എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പും കൂടി ഈ ചർച്ചയിൽ നൽകിയിട്ടുണ്ട്. അതെ, അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ സമരപരിപാടികളിൽ നിന്ന് മാറുകയാണ്. ഇതിൽ എന്താണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്? ആ ഉറപ്പ് പാലിക്കുമോ എന്നത് നോക്കിയിട്ടാകും അടുത്ത തീരുമാനം. ജൂലൈ 5-നകം ഈ വിഷയത്തിൽ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധിക ബാച്ചുകൾ, ഞങ്ങൾ ഒരു കാര്യം കൂടി സർക്കാരിന്റെ മുൻപിൽ പറഞ്ഞിരുന്നു, മാർജിനൽ ഇൻക്രീസ് എല്ലാ വർഷവും നടത്തുന്ന മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് പോകാതെ ഇവിടെ അധിക ബാച്ചുകളാണ് ഞങ്ങളുടെ ആവശ്യം. ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. ചർച്ചകളെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം ഞങ്ങൾക്ക് ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങളല്ല, മറിച്ച് കേരളത്തിൽ തെരുവിൽ +1 അഡ്മിഷൻ കിട്ടേണ്ടുന്ന വിദ്യാർത്ഥികൾ തെരുവിൽ കിടന്ന് അലയുമ്പോൾ അവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രൈം കൺസേൺ. അത് സർക്കാർ മുകളിലേക്ക് എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് ചർച്ച. പക്ഷേ ജൂലൈ 5-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനോടകം തന്നെ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഇപ്പോഴും മുഴുവൻ A+ കിട്ടിയിട്ടൊക്കെ ഈ സമീർ അലിയുടെ മകളെ പോലെയുള്ള എത്രയോ കുട്ടികൾ പുറത്തു നിൽക്കുന്നുണ്ട്. ജൂലൈ 5 എന്ന് പറയുമ്പോൾ വീണ്ടും ദിവസങ്ങൾ നീളും. ആ വിഷയം കൂടി ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിർബന്ധമായിട്ടും അത്രയേറെ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിഡ്ജിംഗ് കോഴ്സ് നടത്തി ഈ വർഷം. കാരണം നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ഈ വർഷത്തോടുകൂടി +1 സീറ്റിന്റെ വിഷയം എന്നത് ഒരു പെർമനന്റ്ലി ഒരു പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറ്റണമെന്ന് ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജിംഗ് കോഴ്സ് ഉൾപ്പെടെ നടത്തി ആ നഷ്ടപ്പെട്ട ക്ലാസുകൾ നികത്തും എന്നാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ ഇത് കഴിഞ്ഞ തവണയും ഒക്കെ നമ്മൾ ഈ സമയമാകുമ്പോൾ ഒരു വിഷയമായി വന്നതാണ്. അന്നുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യവുമാണ്. എന്നിട്ടൊക്കെ എന്തായി? എല്ലാ കുട്ടികളും പഠിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ഇക്കുറിയും മന്ത്രി ചോദിക്കുന്നത്. അപ്പൊ ഇതൊരു സ്ഥിരം പ്രക്രിയ എന്ന തരത്തിലേക്ക് മാറുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ താത്കാലിക പരിഹാരം തന്നെയാണ് വേണ്ടത്. അത് താത്കാലിക ബാച്ച് എന്നതിലേക്കാണല്ലോ ഇപ്പോ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പോരാ എന്നുള്ളതല്ലേ? അല്ലല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് പെർമനന്റ് സൊല്യൂഷൻ ആണ് വേണ്ടത്. പക്ഷേ ഇമ്മീഡിയറ്റ് പുറത്ത് കിടക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്യുക, അതാണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനുശേഷം രണ്ടാമതായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ, അതായത് കഴിഞ്ഞ 3-4 വർഷക്കാലം ആവർത്തിക്കപ്പെട്ട ഒരു വിഷയം ഇനി തുടർന്ന് അനുവദിച്ചു പോകുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരു വിധേനയും അനുവദിക്കത്തില്ല. അതിലും ഒരു പെർമനന്റ്ലി ഇതിന്റെ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് ഞങ്ങൾ സർക്കാരിന്. ശരി, വളരെ നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചതിന്. തൽക്കാലത്തേക്ക് സമരത്തിൽ നിന്ന് പിന്മാറുന്നു.
ഇനി എന്താണ് സർക്കാർ ഈ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകും വരുന്ന ദിവസങ്ങളിലെ ഇവരുടെ നിലപാട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, അതിനുശേഷം വേഗം മടങ്ങിയെത്താം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ കബീർ, താങ്കൾ നേരത്തെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അത് പറയാം. ഒപ്പം തന്നെ ഇതിൽ ഇപ്പോൾ നേരത്തെ സമീർ അലി ചൂണ്ടിക്കാട്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതിൽ സാങ്കേതികത്വം ഉണ്ട്, അതിലൊക്കെ പിഴവ് നിറഞ്ഞതാണ്. ഇപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന അടിസ്ഥാനം അത് താലൂക്ക് റവന്യൂ എന്ന തരത്തിലേക്കൊക്കെ മാറ്റിയാൽ ഇതിൽ കുറേയൊക്കെ പ്രശ്നപരിഹാരമാകാമെന്ന് പറയുന്നു. കൂടാതെ മറ്റ് ചില സാങ്കേതികത്വം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടത്, കാരണം ഈ രീതിയിൽ തന്നെയാകും ഇത് മുന്നോട്ട് പോവുക എന്നുള്ള വരുമ്പോൾ ഇതിലൊരു ശാശ്വത പരിഹാരം തന്നെയാണല്ലോ വേണ്ടത്. പക്ഷെ ഇപ്പോഴും അതിലേക്ക് എത്തുന്നില്ല. അതെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട നമ്മുടെ രക്ഷിതാവ് ഷമീർ അലി സാഹിബ് അത് കേട്ടോ എന്ന് എനിക്കറിയില്ല വ്യക്തമായിട്ട്. MSF മുന്നിലേക്ക് വെച്ചിട്ടുള്ള 3 ഡിമാൻഡുകൾ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന്, താൽക്കാലികമായിട്ടുള്ള ബാച്ചുകളല്ല. ഇവിടെ നിലവിൽ ഇപ്പോഴും പറഞ്ഞത് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും എന്നുള്ളതാണ്. താൽക്കാലിക ബാച്ചുകളല്ല മലബാറിലേക്ക് വേണ്ടത്, സ്ഥിരമായിട്ടുള്ള ബാച്ചുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 20 ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി ആക്കി അങ്ങനെ ശാശ്വതമായ പരിഹാരം. നേരത്തെ രണ്ടാമത്തെ കാര്യം ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു. നേരത്തെ ഇവിടെ സമീർ അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ മകളുടെയൊക്കെ പ്രയാസങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഒരുപാട് കുട്ടികൾ 12ഉം 10ഉം സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ട് ഇതുവരെ കിട്ടാത്തതിലുള്ള. അവരോടൊപ്പം ഞങ്ങൾ ചേരുകയാണ്. അതാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മലപ്പുറത്ത് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് MSFൻ്റെ ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ മറ്റു ജില്ലകളുടെയൊക്കെ കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ നിരന്തരമായ സമര പോരാട്ടങ്ങളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രക്ഷിതാവ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയമാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മന്ത്രി ഇതുവരെ പറഞ്ഞ കണക്കൊക്കെ ആർഷോ നേരത്തോടെ സൂചിപ്പിക്കേണ്ടായി. ആർഷോ SFIയുടെ പ്രതിനിധി, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി, എൻ്റെ സ്നേഹിതനാണ് ആർഷോ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് SFIയുടെ പ്രതിനിധിയായിട്ടാണോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണോ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് വലിയ പ്രയാസമുണ്ട്. കാരണം ഇവിടുത്തെ കുട്ടികൾ ആദ്യം നേരത്തെ പറഞ്ഞു മന്ത്രി, ഇവിടെ SFIയുടെ ജില്ലാ കമ്മിറ്റി പോലും ഈ പ്രാവശ്യം പിന്നെ ഇവിടെ എല്ലാ കുട്ടികൾക്കും സീറ്റ് ഇവിടെ ബാക്കിയാണെന്ന് പോലും പറയുന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോൾ MSF പറഞ്ഞു ഇവിടെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട, നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നൊരു വിഷയമുണ്ട്. ഏറ്റവും കൂടുതൽ A+ വാങ്ങുന്ന ജില്ല SSLCക്ക് മലപ്പുറമാണ്. ആ മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ എത്രയാണ് A+കാരുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ഗൗരവമാണ്. ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അധ്യാപകരുടെ ഒരു പ്രയാസത്തെ പറഞ്ഞത് 65 കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഒരു ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സർക്കാരിൻ്റെ പ്രതിനിധികൾ മറ്റു പ്രത്യേകമായിട്ടുള്ള റിസർവേഷനുകളൊക്കെ വന്ന് ആ ഇനത്തിൽ 72 കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമുകൾ വാഗൺ രാജ്, ഒരു ക്ലാസ്സിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ എങ്ങനെ ഇരുന്നാണ് ഒരു അധ്യാപകൻ ഇത്ര പ്രയാസപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് മലപ്പുറത്തും മലബാറിലുമൊക്കെ +2ൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ താഴെ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഈ സമയത്ത് പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിലൊരു കാര്യം കബീർ, ഇപ്പോൾ നമ്മൾ മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. കമ്മിറ്റികൾക്ക് ഒരു ക്ഷാമവും ഇല്ല. അതിനുശേഷം കാർത്തികേയൻ നായർ കമ്മിറ്റിയുണ്ട്. ഈ ലബ്ബ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് എന്താണ്? അല്ല, ഈ താങ്കൾ ഈ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ അനുവാദം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, അന്ന് കൃത്യമായി തന്നെ 40 എന്നതിലേക്ക് ഒരു അധ്യാപകന് 40 വിദ്യാർത്ഥികൾ അത് കർക്കശമായി നടപ്പാക്കണമെന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു. പക്ഷെ അത് അട്ടിമറിച്ചത് ആ സർക്കാർ തന്നെയാണ്, 50 ആക്കി. അത് പിന്നീട് ഈ മാർജിനൽ സീറ്റ് വർധന വരുമ്പോൾ അത് 65ഉം 70ഉം ഒക്കെ ആയി മാറും. ഇവിടെ കാർത്തികേയൻ, അല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ LDF സർക്കാർ വെച്ചതാണ് കാർത്തികേയൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇവിടെ പൂഴ്ത്തിവെക്കുന്നു? എന്തുകൊണ്ട് ഈ കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നില്ല? ആ കൃത്യമായ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അത് നൽകിയ മറുപടി കിട്ടുന്ന റിപ്പോർട്ടൊക്കെ നടപ്പാക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. കബീർ, നേരത്തെ മന്ത്രി അതിന് ചോദിച്ചത് കിട്ടുന്ന റിപ്പോർട്ടൊക്കെ എങ്ങനെ നടപ്പാക്കാൻ പറ്റുമോ എന്നതാണ്. അതിൽ ഈ റിപ്പോർട്ടിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് താൽക്കാലിക ബാച്ച് എന്നുള്ളതല്ല പ്രശ്നപരിഹാരം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് റിപ്പോർട്ട്. മന്ത്രി അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇപ്പോൾ പുതിയ ബാച്ച് പ്രഖ്യാപിക്കാൻ തയ്യാറായല്ലോ മന്ത്രി. എന്തുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ പുതിയ ബാച്ച് പ്രഖ്യാപിക്കുന്നു? മൂപ്പർക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് നിലവിൽ മലപ്പുറത്തും അതുപോലെ തന്നെ മലബാറിലും സീറ്റുകൾ വലിയ പ്രയാസമുണ്ടെന്ന് പല രീതിയിൽ മാധ്യമങ്ങളും ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞിട്ട് പോലും അതിനെപ്പോലും ചെവി കൊള്ളാതെ
ഇവിടെ അവർക്ക് തോന്നിയതുപോലെ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ചോദിക്കണേ, ഇവിടെ എൻ്റെ സ്നേഹിത ആർഷമുണ്ട്, എന്താണ് SFI ഈ സമരത്തേക്ക് ഇറങ്ങിയതിൻ്റെ ഒരു കാര്യമെന്ന് പറയേണ്ടത്? SFIയെ പോലത്തെ ഒരു വിദ്യാർത്ഥി സംഘടന മലപ്പുറം പോലത്തെ ഒരു ജില്ലയിൽ മാത്രം ഒരു പ്രകടനം നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയേണ്ടത്. SFI പോലത്തെ ഒരു സംഘടന ഇവിടെ സർക്കാരും അതുപോലെ തന്നെ SFIയും അനിയംഭാവ ചേട്ടംഭാവ കളിക്കുകയാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ ആളുകൾ കണ്ണിൽ പൊടിയിട്ട് ഇന്ന് നടക്കുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കുറച്ച് സീറ്റുകൾ ഇവിടെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രിയുടെ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്ന് ഇവർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരു പറയട്ടെ, ഇവിടെ SFI പോലും എങ്ങനെയാ? ഇവിടെ SFIയുടെ ദേശീയ പ്രസിഡന്റ് മലപ്പുറത്ത് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു. ഏത് നീറ്റ് എക്സാമും അതുപോലെ തന്നെ കീം എക്സാമും നമുക്ക് സമയക്കുറവുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ദേശീയ പ്രസിഡന്റ് ഇറങ്ങുമെന്ന് പറയുന്നത് ഞാൻ ഭരിക്കുന്നതെങ്കിൽ ഈ സമരത്തിലേക്ക് വിദ്യാർത്ഥികളെ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ ഭരിക്കുന്ന SFI പോലത്തെ ഒരു വിദ്യാർത്ഥി സംഘടന ചർച്ച തുടങ്ങിയപ്പോ കബീറിനോട് അവതാരക ചോദിച്ചു ചർച്ച തുടങ്ങിയപ്പോ എന്താ ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടുത്ത തീരുമാനം എന്താ ചോദിച്ചപ്പോ കബീർ പറഞ്ഞു എനിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കണം, തങ്ങളോട് ചോദിക്കണം. അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം എടുക്കാനുള്ള ശേഷി കബീറും ആർഷോയും ഇപ്പോ ഇത് കുട്ടികളുടെ പ്രശ്നമാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ രണ്ടുപേരും ഒറ്റ ഉള്ള സമയം കളഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോവുക? അതെ, ശരി കബീർ ദയവേത് സഹകരിക്കൂ. കബീർ ആർഷോ പറയൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പാനലിലുള്ള മറ്റാളുകളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറയണം. അവരെല്ലാരും നിർത്തി ആർഷോ പറയൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കബീർ പറഞ്ഞതുപോലെ 90-കൾ മുതൽ ഇങ്ങോട്ട് മലബാറിനകത്ത് സീറ്റുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിക്കകത്ത് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റ് ഭരിച്ച 10 വർഷക്കാലം ഒരു ഘട്ടത്തില് കബീർ ഇങ്ങനെ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് ആരും ഒന്നും ആർക്കും മനസ്സിലാവില്ല. ഈ കാലയളവിൽ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി, പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ഗവൺമെന്റുകൾ എന്തെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. ഈ ഘട്ടത്തിലൊന്നും ഇതിനെതിരെ സമരം ചെയ്യാതെ മുദ്രാവാക്യം വിളിക്കാതിരിക്കുന്ന ആളുകളെ ഇവിടെ വന്ന് SFIയുടെ സമരത്തിന് മാർക്കിടാൻ വേണ്ടി വരണ്ട. ഞങ്ങൾക്ക് സമരം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയോ തങ്ങളുടെ അനുഗ്രഹ ആശംസകൾ വാങ്ങി സമരത്തിന് ഇറങ്ങുന്ന ആളുകളല്ല. ഞങ്ങളുടെ സംഘടനാ കമ്മിറ്റി ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് സമരം ചെയ്യുന്ന ആളുകളാണ്. ഇനി നിങ്ങൾ ഇവിടെ 11-16 നമ്മുടെ മുൻപിൽ അനുഭവം ഉണ്ടല്ലോ. എന്തായിരുന്നു അന്നത്തെ MSFന്റെയും ലീഗിന്റെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന്? സ്കോൾ കേരളയുടെ ആസ്ഥാനം മലപ്പുറത്താക്കണം. കാരണം ഏറ്റവും കൂടുതൽ സ്കോൾ കേരളയുമായി ബന്ധപ്പെട്ട് ഓപ്പൺ സ്കൂളിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മലപ്പുറത്താണുള്ളത്. സ്കോൾ കേരളയുടെ ആസ്ഥാനം മലപ്പുറത്താക്കണം. ആ ഘട്ടത്തിലും ആ കുട്ടികളെ ഹയർ സെക്കൻഡറിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയോ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയോ ഇടപെടൽ നടത്താതിരുന്ന ആളുകളാണ് നിങ്ങൾ. ആ ചരിത്രം നിങ്ങളുടെ. നിങ്ങൾ ഈ ഘട്ടത്തിൽ സമരം ചെയ്യുന്ന സംഘടനകളെ ചർച്ച പറഞ്ഞു പോയോണ്ട് കാര്യമില്ല. ആർഷോ ആസ്ഥാനം അല്ലല്ല, 1998 അതിനുശേഷം കൊടുത്ത എണ്ണം കണക്കുകൾ ഞാൻ പറയാം. ആർഷോ 1998
VJ ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് LDFന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ നിലവിലുള്ള പ്രീ ഡിഗ്രി സംവിധാനം മാറ്റി ഹയർ സെക്കൻഡറി സംവിധാനം കൊണ്ടുവരുന്നത്. അതിനുശേഷം ഞങ്ങൾ കൊടുത്തതും നിങ്ങൾ കൊടുത്തതും തമ്മിൽ നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ വാ, ഞങ്ങൾ കൊടുത്തത് മാത്രമേ ഇവിടെ ഉള്ളൂ, നിങ്ങൾ കൊടുത്തിട്ടില്ല. ഞാൻ ശരി ശരി, എനിക്ക് വേഗം ഒരു ഇടവേള കൂടി എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വേഗം എത്തും സമീർ അലിയിലേക്ക്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സമീർ അലി, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ഞാൻ താങ്കളോട് യോജിക്കുകയാണ്. കാരണം ഇത് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നമാണ്, വളരെ പ്രധാനപ്പെട്ട ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് പറയാനുള്ളത് വളരെ ചുരുക്കി. ഓക്കെ, ഞാൻ ഇപ്പൊ ഇന്നത്തെ ഈ ഡിസ്കഷൻ നടന്നല്ലോ വിദ്യാർത്ഥി പ്രതിനിധികളും മന്ത്രിയും തമ്മിൽ. അത് എന്നിട്ട് തീരുമാനമായത്, ഒരു സമിതിയെ രൂപീകരിക്കാൻ തീരുമാനമായത് കോഴിക്കോട് ജില്ല അതിൽ ഉൾപ്പെടുന്നുണ്ടോ അല്ലെ മലപ്പുറം ജില്ല മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഇതിലിപ്പോ സമീർ അലി, ഇപ്പൊ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് പ്രശ്നം ഈ സീറ്റ് പ്രതിസന്ധിയുള്ളത് മലപ്പുറത്തും പാലക്കാട്ടും കാസർഗോഡും മാത്രമാണ്, മറ്റ് ഇടങ്ങളിൽ പ്രശ്നമില്ല. മറ്റൊന്ന് മന്ത്രി പറഞ്ഞത് സയൻസ് സീറ്റ് അധികമാണ്, ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഹ്യൂമാനിറ്റീസും കോമേഴ്സുമാണ് പ്രശ്നം. ഈ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മോൾ ഏതിലാണ് ചേരാൻ തീരുമാനിച്ചിരുന്നത്? താല്പര്യമുള്ളത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ സയൻസ് ബാച്ചിലാണ് സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ ഒന്നും പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. 3 ജില്ലകളിലാണ് പ്രതിസന്ധി, മലപ്പുറത്തും പാലക്കാടും കാസർഗോഡും. ഇതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് കോഴിക്കോടിന് എഫക്റ്റീവ് അല്ലല്ലോ ഈ ചർച്ച. എന്താണേലും ഇപ്പൊ മലപ്പുറത്താണെങ്കിലും മക്കള് ഈ അഡ്മിഷന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ കാത്തിരിപ്പിന് ഒഴിവാക്കാനുള്ള മാർഗം 5-ാം തീയതി സമിതി ഉപയോഗിച്ചു. സമിതി വന്ന് പിന്നെ വേറെ റിപ്പോർട്ട് ഉണ്ടാക്കി, അതിനുശേഷം അഡ്മിഷൻ പ്രൊസീജിയർ വന്നു. ആ ലാഗ് ഒഴിവാക്കാനുള്ള എന്ത് നടപടികളിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ചർച്ചയിലേക്ക് പോകണം. അടുത്ത സമയം വേസ്റ്റ് ആക്കാതെ. കാരണം എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ മോളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. അവളെ ഞാൻ ഇന്ന് 24 ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പിന്നെ ചാനൽ ഫ്ലോറിൽ വന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടാണുള്ളത്, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, അപ്പൊ എനിക്ക് ഇരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പോ മെന്റലി ഡെസ്പ് ആണ്. അത് ഓരോ ദിവസം കഴിയും തോറും അവരുടെ മാനസികാവസ്ഥ മോശമായി. അതാണ് ആർഷോ, നമ്മുടെ സമയം അവസാനിച്ചുവെങ്കിലും ഒരൊറ്റ വരിയിൽ ഈ കുട്ടികളുടെ ഒരു മാനസിക പ്രശ്നം എന്നുള്ളത് വളരെ വലുതാണ്. ഒരുപാട് കുട്ടികൾ ക്ലാസ് തുടങ്ങി സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോഴാണ് മുഴുവൻ A+ നേടിയ ഈ പറയുന്ന എത്രയോ ആയിരക്കണക്കിന് 10,000-ലേറെ വിദ്യാർത്ഥികളൊക്കെ വീട്ടിലിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മളത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അതിൽ എന്താണ് തീരുമാനം, അതിനെന്താണ് പരിഹാരം എന്ന് നോക്കേണ്ടതാണ്. ഇതൊരു ശാശ്വത പരിഹാരം എന്നതിലേക്ക് കൂടി നിങ്ങൾ പോകില്ലേ? ആ ഒരു ആവശ്യം കൂടി നിങ്ങൾ വയ്ക്കില്ലേ മുന്നോട്ട്? വളരെ ചുരുക്കി, സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിനകത്ത് അവസാനത്തെ വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രക്ഷിതാവിന്റെ മകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് സാധ്യമാകുന്ന എല്ലാ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ ഇപ്പൊ അടക്കം പറഞ്ഞതുപോലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എന്നുള്ള ഇത് പെരുപ്പിച്ച് തെറ്റായ കണക്ക് അവതരിപ്പിച്ച് പൊതുസമൂഹത്തെ പരിഭ്രാന്തിയിലാക്കുന്ന നിലയുണ്ടാകരുത് എന്നുള്ള വളരെ വിനീതമായിട്ടുള്ള അപേക്ഷയാണുള്ളത്. ഹയർ സെക്കൻഡറി സൈറ്റിനകത്ത് ഉൾപ്പെടെ ഇതിന്റെ വിശദമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാവും. നിങ്ങൾ പറഞ്ഞ 10,000-കണക്കിന് കുട്ടികളുടെ ഭാവി പ്രയാസത്തിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നതിനകത്ത് തെറ്റുണ്ട്. അത് കുട്ടികളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്ന നിലയുണ്ടാകും, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയുണ്ടാകും. അതിന് നിങ്ങൾ നിൽക്കരുതെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശരി, ഇതുവരെ അൺഎയ്ഡഡ് ഉൾപ്പെടെ പ്രവേശനം കിട്ടിയത് 53,762 പേർക്ക്. മറ്റ് ജില്ലകളിൽ പ്രവേശനം നേടിയവരെ കഴിച്ചുള്ള മലപ്പുറത്തെ അപേക്ഷകരുടെ എണ്ണം 78,114. ഇനി സീറ്റ് വേണ്ടത് 25,079 എന്ന കണക്കുകൾക്ക് നമ്മുടെ മുൻപിലുണ്ട്. ആ കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച. ഇതെല്ലാം അടിസ്ഥാന വിരുദ്ധമാണ് എന്ന് താങ്കൾ പറയുന്നു. ഏതായാലും ഇതിലിപ്പോൾ ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കരുത്. അത് ആ കുട്ടി ആഗ്രഹിക്കുന്ന വിഷയത്തിലായിരിക്കണം അഡ്മിഷൻ. ആ കുട്ടിക്ക് കഴിയുന്നതും അടുത്ത് തന്നെ പഠിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി പ്രജൻ സി കണ്ണൻ. നമസ്കാരം.